ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോയിറ്റി. ഇന്ന് നമുക്ക് റീഡിംഗ് പഠിക്കാം. റീഡിങ്ങിൽ എല്ലാവർക്കും കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. ഓക്കെ, ഇന്ന ടൈമിനുള്ളിൽ ഞങ്ങൾക്ക് റീഡിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് എപ്പോഴും സ്റ്റുഡൻസിൽ നിന്ന് വരുന്ന ഒരു കംപ്ലൈൻറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, വി ഹാവ് 42 ക്വസ്റ്റ്യൻസ് ആൻഡ് വി ഷുഡ് കംപ്ലീറ്റ് ദീസ് 42 ക്വസ്റ്റ്യൻസ് ഇൻ 1 hour. സോ ദിസ് ഈസ് ദ മെയിൻ ഇഷ്യൂ ഐ ഹാവ് ഒബ്സർവ്ഡ് ഇൻ സ്റ്റുഡൻസ് എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്നതും ഈ ഒരു സെയിം ഇഷ്യൂ തന്നെയാണ്. ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. 42 ക്വസ്റ്റ്യൻസിൽ എക്സാം കഴിയുമ്പോൾ 7-8 ക്വസ്റ്റ്യൻസ് വരെ എഴുതാൻ പറ്റാതെ, അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ സ്കിപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. സോ അത് നമ്മൾക്ക് കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം മാനേജ്മെൻറ്റിനും കൂടി പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് നമ്മളത് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് OET ക്രാക്ക് ചെയ്യാവുന്നതുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ OET പഠിച്ച് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു 5 to 10 days OET റീഡിങ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ടൈം എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ ടൈം മാനേജ്മെൻറ്റിനും കൂടി പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പാരഗ്രാഫ്, എങ്ങനെയാണ് നമ്മൾ ആൻസർ അറ്റൻഡ് ചെയ്യുക, എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ആൻസർ കിട്ടുക, ഇതൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മിസ്സായിപ്പോവും. സോ നെവർ ഡു ഇറ്റ് ഇൻ ബിഫോർ 1 week. സോ ഒരു 1 വീക്കിൽ നമ്മൾ സ്റ്റേബിൾ ആകുക. എന്താണ് OET എന്നുള്ളതും എന്താണ് OET റീഡിംഗ് എന്നുള്ളതും കൃത്യമായിട്ട് അറിയുക. അതിനുശേഷം നമ്മൾ പതുക്കെ ടൈം മാനേജ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾക്ക് ഇപ്പോൾ എഫക്റ്റീവായിട്ട് എങ്ങനെ ഹൗ വി ക്യാൻ ക്രാക്ക് OET റീഡിംഗ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്, എങ്ങനെയാണ് പാരഗ്രാഫ് വായിക്കുക, എന്താണ് നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് I'm going to explain you step by step. So I think this video will be helpful for you. So നമുക്ക് മാറ്ററിലേക്ക് വരാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് try to understand the headings. Try to read the headings very well. ചില കുട്ടികൾ ഹെഡിങ്സ് പോലും വായിക്കാതെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, മേ ബി ദ ടോപ്പിക് വിൽ ബി ഫ്രം ആസ്മ. സോ ആസ്മയെക്കുറിച്ചുള്ളൊരു ടോപ്പിക് ആയിരിക്കും അത്, അല്ലെങ്കിൽ എബൌട്ട് ട്യൂബർകുലോസിസ്, എബൌട്ട് മെനിഞ്ചൈറ്റിസ്. വി ഹാവ് സോ മെനി ടോപ്പിക്സ്, സോ മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് ടോപ്പിക്. സോ ടോപ്പിക് ആദ്യം എന്താണെന്നുള്ളത് നോക്കണം. പാർട്ട് ഏഴിനെയാണ് നമ്മൾ സാധാരണ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ഇന്ന് ആസ്മയായിരുന്നു, ഇന്ന് മെനിഞ്ചൈറ്റിസ് ആയിരുന്നു, ഇന്നത് പറയുന്നത് നമ്മൾ പാർട്ട് ഏഴിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ടോപ്പിക് എന്താണെന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ അറിയണം. ആ ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ട് പാർട്ടിലാണെങ്കിൽ നമ്മൾക്കറിയാം നമുക്ക് ഒരു 4 പാരഗ്രാഫ്സ് ഉണ്ടാവും. ടെക്സ്റ്റ് A, ടെക്സ്റ്റ് B, ടെക്സ്റ്റ് C ആൻഡ് ടെക്സ്റ്റ് D എന്നോ, പാർട്ട് A, പാർട്ട് B, പാർട്ട് C, പാർട്ട് D എന്നോ അങ്ങനെ 4 പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ പാരഗ്രാഫ് എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. അത് പാർട്ടിൻ്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. മറ്റ് Bയും Cയും അങ്ങനെയല്ല. Bയും Cയും ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് നമ്മൾ പാരഗ്രാഫ്സിലോട്ട് വരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാർട്ട് A നമ്മളെപ്പോഴും പാർട്ട് Aയിൽ നമ്മൾ പാർട്ട് A എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ ഫെമിലിയർ ആവുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് വരിക. അതിനുശേഷം ട്രൈ ടു ഗെറ്റ് ദ ആൻസർ. സോ സബ് ഹെഡിങ്സ് ആൻഡ് ഹെഡിങ്സ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിലെ ആദ്യത്തെ കാര്യമായിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ എന്താണ് നമുക്ക് ഹെഡിങ്സ് എന്നുള്ളത് നോക്കുക. അനദർ സ്റ്റെപ്പാണ് നമ്മൾക്ക് സ്കിമ്മിങ് ആണ്. സോ സ്കിമ്മിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഓൾ നോ ദാറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്കിമ്മിങ്. സോ വെൻ യു ആർ സ്കിമ്മിങ് യു ആർ ഫോക്കസിങ് ഓൺ ഹെഡിങ്സ്. അതിനാണ് ഹെഡിങ്സ് നോക്കണമെന്ന് പറഞ്ഞത്. വെൻ യു ഡു സ്കിമ്മിങ് ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ഫോക്കസ് ഓൺ ഹെഡിങ്സ്. ഹെഡിങ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ക്വസ്റ്റ്യനകത്തേക്ക് പോകുമ്പോൾ ഓക്കെ, സോ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് മെഡിക്കേഷനാണ്. ഓക്കെ, സോ മെഡിക്കേഷനാണ്. അതിനകത്ത് നമുക്ക് സോ മെനി മെഡിക്കേഷൻസ് വി ക്യാൻ സി, ലൈക്ക് ആസ്പിരിൻ ഫോർ എക്സാമ്പിളാണ് കേട്ടോ. ആസ്പിരിൻ, അതുപോലെ തന്നെ നോൺ സ്റ്റിറോയിഡൽ ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. അപ്പോൾ അതെല്ലാം പറയുമ്പോൾ സോ വെനെവർ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം മെഡിക്കേഷൻസ് ഡയറക്ട്ലി ഗോ ടു ദാറ്റ് പർട്ടിക്കുലർ പാരഗ്രാഫ്. എന്നിട്ട് നമ്മൾ ആൻസർ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഹെഡിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് യു ക്യാൻ ഡു ദാറ്റ്. സോ ഹെഡിങ്ങിൽ എന്തൊക്കെയാണ് നോക്കുക. ടോപ്പിക് ഓഫ് ദ സെൻറ്റൻസ്, ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് നമ്പർ ദ പാരഗ്രാഫ്സ്. അതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്പർ ചെയ്യണം, പാരഗ്രാഫ്സ് നമ്പർ ചെയ്യണം. എന്നിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ എത്ര നമ്പർ ഉണ്ടെന്നുള്ള ചില ക്വസ്റ്റ്യന് പ്രത്യേകം പറയും ഫ്രം 3rd പാരഗ്രാഫ്. So numbering the paragraphs is very much important. So first one skimming, second one finding headings, third one is
നമ്പറിങ് ദ പാരഗ്രാഫ്. സോ 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്, പ്ലീസ് ഡോണ്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എവറി വേർഡ് വെൻ യു ആർ സ്കിമ്മിങ്. അതിൻ്റെ ആവശ്യമില്ല. എല്ലാ സെൻറ്റൻസും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് പർട്ടിക്കുലറായിട്ട് നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ റീഡിങ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് വരും. നമുക്ക് ആ ഒരു ടെക്നിക്ക്, ആ ഒരു ട്രിക്കിലേക്ക് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ എത്തിച്ചേരും. ഫസ്റ്റിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നിപ്പിക്കും, ഓക്കെ ഈവൻ ഇപ്പോൾ കംപ്ലീറ്റ് സെൻറ്റൻസ് വായിക്കാതെ ഹൗ ഐ ക്യാൻ ഐഡൻറ്റിഫൈ ദ മെയിൻ പോയിൻറ്റ്സ്, ദ കീവേഡ്സ് എനിക്ക് എങ്ങനെ മനസ്സിലാവും എന്നുള്ളത്. അത് ഡേ ബൈ ഡേ ചെയ്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. സോ എല്ലാ സെൻറ്റൻസും കൃത്യമായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്കിമ്മിങ് ചെയ്തിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വായിക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ വായിക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന വാക്കുകൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. സോ സ്റ്റെപ്പ് 1 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്പ് 2 ഞാൻ കടക്കുകയാണ്. സ്റ്റെപ്പ് 1 എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 2 പോവുകയാണ്. അനലൈസിങ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ദ ഓപ്ഷൻസ്. Okay, so that is really important, and please make sure that you are understanding all the questions very clearly. പല സ്റ്റുഡൻസും ക്വസ്റ്റ്യൻ എന്താണെന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാതെ ഓടി ആൻസർ ചെക്ക് ചെയ്യാനായിട്ട് പോകും. സോ അത് നമ്മൾ ചെയ്യരുത്. കറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി മാത്രമേ നമുക്ക് നമ്മൾ പോകാമുള്ളൂ. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതാണ് സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഇത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും ടൈം ഉള്ളല്ലോ എന്നോർത്തുകൊണ്ട് നമ്മൾ ഓടി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള ടൈമും കൂടെ കൂടി ഉള്ള ആൻസറും കൂടെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് വരികയുള്ളൂ. അപ്പം അത് വിട്ടിട്ട് ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനുശേഷം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ അനദർ ആയിട്ടുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പ്ലീസ് ട്രൈ ടു get the question where in the test you are looking for the question and is asking you. എന്ത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിക്കുക എന്നുള്ളത് ആ ടെക്സ്റ്റിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഐഡൻറ്റിഫൈ ദ കീവേഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ. സോ കീവേഡ്സ് മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും നമ്മൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഡെയിലി ലൈഫിലാണേലും ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോവാണ്. സോ എന്ത് വാങ്ങിക്കാനാണ് പോകുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്കില്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഷോപ്പിംഗ് വെറുതെയാകും. അതുപോലെ തന്നെയാണ് എന്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാനാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു ആൻസർ ഈസി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ കീവേഡ്സ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അനദർ വൺ ഈസ് ആൻസറിങ് ദ ഓപ്ഷൻസ് ആൻഡ് നോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആൻസർ ആൻഡ് ഓപ്ഷൻസ്. സോ ആൻസറും ഓപ്ഷൻസും തമ്മിലുള്ള ഡിഫറൻസ് വളരെയധികം നമ്മൾ നോക്കണം. ഓക്കെ, സോ കീവേഡ്സ് കണ്ടു. പണ്ടൊരു കുട്ടിക്ക് ഞങ്ങൾ ആസ്മ ഞാൻ മെറ്റീരിയൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആസ്മയിലൊരു ക്വസ്റ്റ്യനാണ്, ഒരു ഡിസീസ് കണ്ടീഷനാണ് അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആ ഡിസീസ് കണ്ടീഷൻ ഉള്ളവർക്ക് എന്താണ് പർട്ടിക്കുലറായിട്ട് കാണുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ കീവേഡ്സിലുണ്ട് ഓക്സിജൻ ഇല്ലെങ്കിലും നോ പ്രോബ്ലം, ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാം. അതാണ് ഈ ഡിസീസ് കണ്ടീഷൻ്റെ ഇമ്പോർട്ടൻസ്. ഈ ഡിസീസ് കണ്ടീഷനുള്ള ആളുകളിൽ, പേഷ്യൻസിൽ ഓക്സിജൻ ഇല്ലാതെ ഈസി ആയിട്ട് ജീവിക്കാമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എഴുതി വെച്ചിരിക്കുകയാണ് ഈ ഡിസീസ് കണ്ടീഷന് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാമെന്നുള്ളത്. കാരണം ഓക്സിജൻ എന്നുള്ളൊരു കീവേഡ് കണ്ടു, പാരഗ്രാഫ് എന്താണെന്ന് വായിക്കുന്നില്ല, അത് ചാടിയെടുത്തു. അങ്ങനെ എടുക്കരുത്. പാരഗ്രാഫിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? പാരഗ്രാഫിൽ എന്തായിരുന്നു കൊടുത്തതെന്ന് അറിയാവോ? ഓക്സിജൻ ഇല്ലാതെ മുന്നോട്ട് പോയാൽ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, സർവൈവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, ഈ ഡെത്ത് പോലും വളരെ പെട്ടെന്ന് ഉണ്ടാവുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കീവേഡ് മാത്രം കണ്ടുകൊണ്ട് ആൻസർ ചൂസ് ചെയ്യരുത്. കീവേഡ് നോക്കുക, അതിനുശേഷം ആ ഓപ്ഷൻ നോക്കുക, എന്താണ് നമ്മുടെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് എബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ കീവേഡ് എന്നുള്ളത് കൃത്യമായിട്ട് വായിക്കുക. വായിച്ചതിന് ശേഷം ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റെപ്പ് 3 പോകാം. സ്റ്റെപ്പ് 3 ഈസ് ടു റീഡ് ഫോർ ദ ആൻസർ. ആൻസറിന് വേണ്ടിയിട്ട് നിങ്ങൾ റീഡ് ചെയ്യണം പാരഗ്രാഫ്. വെറുതെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് വായിച്ചു വിടരുത്. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒന്ന് വായിക്കണമല്ലോ എന്നോർത്തുകൊണ്ട് വായിക്കരുത്. ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻ വായിക്കുക വൃത്തിയായിട്ട്, എന്നിട്ട് അതിന് ശേഷം ആൻസറിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചായിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടെ പറയുന്നത്, മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് മോർ കെയർഫുള്ളി ഇൻ ദിസ് ടൈം. ഓക്കെ, വളരെ കെയർഫുള്ളായിട്ട് വായിക്കണം.
ചുമ്മാ ഇങ്ങനെ യൂസ്ലെസ് ആയിട്ട് വെറുതെ ഇങ്ങനെ വായിച്ചു വിടരുത്. വാച്ച് ഔട്ട് ഫോർ ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ട്രൈ ടു എലിമിനേറ്റ് ഇൻകറക്റ്റ് ആൻസർ ഓപ്ഷൻസ് ആസ് യു ഗോ. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. എലിമിനേഷൻ മെത്തേഡിലൂടെ മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ഓപ്ഷൻ നമ്മൾ വായിച്ചു, നമുക്ക് തോന്നുകയാണ് ഓക്കെ ദിസ് ഓപ്ഷൻ വിൽ ബി ദ ആൻസർ. ഡു നോട്ട് ഡു ദാറ്റ്. ഓക്കെ, സോ ജസ്റ്റ് ട്രൈ ടു എലിമിനേറ്റ്. ആ ഓപ്ഷൻ അവിടെ വെച്ചോട്ടെ. ഓക്കെ, നമ്മളത് സംശയിക്കുകയാണ് ഈ ഓപ്ഷനാണോ ഇതിൻ്റെ ആൻസർ. കുഴപ്പമില്ല, അതവിടെ കിടന്നോട്ടെ. എന്നിട്ട് നമ്മൾ അടുത്ത ഓപ്ഷൻ വായിക്കുക. അടുത്ത ഓപ്ഷൻ വായിച്ചിട്ട് പാരഗ്രാഫിൽ പോവുക. ഓക്കെ, ഇഫ് യു ഫൈൻഡ് ദാറ്റ് ഈസ് ഓൾസോ ആൻ ആൻസർ ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും അവിടെ വയ്ക്കുക. അതിനുശേഷം വീണ്ടും അടുത്ത ഓപ്ഷൻ വായിക്കുക. 4 ഓപ്ഷൻസാണ് നമുക്ക് സിയിലുള്ളത്. അടുത്ത ഓപ്ഷൻ വായിക്കുക. അതല്ല, ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റാണ്, എലിമിനേറ്റ് ചെയ്തു, അതവിടെ മാറ്റി വയ്ക്കുക, അതിന് എടുക്കണ്ട. അടുത്ത ഓപ്ഷൻ നോക്കി അതും എലിമിനേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് സംശയമുള്ള 2 തമ്മിൽ നമുക്ക് നോക്കാം. സോ എലിമിനേഷൻ മെത്തേഡ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ ടു ഗെറ്റ് ദ റൈറ്റ് ആൻസർ. സോ പ്രാക്ടീസ് ദിസ് വിൽ ബി റിയലി ഗുഡ് ഫോർ യു. നെക്സ്റ്റ്, ഇനി നമുക്ക് ഐഡൻറ്റിഫൈ ആൻസർ ആണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിനകത്ത് എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഐ തിങ്ക് ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ഫോർ യു and I hope you found it useful. So now please make sure that you are doing the reading session in an effective way. So ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തും. അതുവരെ നിങ്ങൾ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക. So thank you so much for carefully listening to me. Meet you soon in the another video. Thank you so much.